വെൽക്കം ടു സൈലം SSC എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി SSC ആസ്പിറൻസിന്റെ ഇടയിൽ ജനറലി കണ്ടുവന്നിട്ടുള്ള ഒരു ഡൗട്ടാണ് SSC എക്സാം വെൻഡർ ചേഞ്ച് ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ ഈ വെൻഡർ ചേഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടീസ് ഇന്നലെ SSC വെബ്സൈറ്റിൽ വരികയും ഒരു ക്യാൻസലേഷൻ ഓഫ് ടെൻഡർ എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് വരികയും അതിനനുബന്ധിച്ച് കുറേയധികം ആസ്പിറൻസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺസും ഡൗട്ടും അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമുക്കറിയാം SSCയുടെ എക്സാംസ് കഴിഞ്ഞ 5 വർഷമായിട്ട് TCS ആണ് ടെൻഡർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. SSC 3 ടെൻഡേഴ്സ് ആണ് കൊടുക്കുന്നത് ജനറൽ ആയിട്ട്. എന്താണ്? സോഫ്റ്റ്വെയർ ക്രിയേഷനും ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേഷനും പിന്നെ ലാബ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനുമുള്ള ടെൻഡർ ആണ് SSC പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതില് ഈ 3 ടെൻഡറും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത് TCS ആണ്. നമുക്കറിയാം TCSന്റെ ലാബിലാണ് നമ്മൾ എക്സാം എഴുതുന്നത്, TCSന്റെ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ എക്സാം എഴുതുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേഷനും അവർ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതിനുശേഷം SSC തീരുമാനിക്കുകയായിരുന്നു ഈ 3 കാര്യങ്ങളും ഒരു കമ്പനിയാണ് ചെയ്യുന്നത്, അത് നമുക്ക് 3 കമ്പനികൾക്കായിട്ട് കൊടുക്കാം. അതിനാണ് ടെൻഡർ വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു ടെൻഡർ ആണ് ക്യാൻസൽ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ SSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. നോട്ടീസ് ഫോർ ക്യാൻസലേഷൻ ഓഫ് ടെൻഡർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടെൻഡർ ID ഇതാണ് ID പറഞ്ഞിരിക്കുന്നത്. ടെൻഡർ ID 2023 SSC 7792851 ആണ് ക്യാൻസൽ ആയിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് 3/7/2024 അപ്പൊ ഈ ടെൻഡർ പ്രകാരം പറഞ്ഞിരിക്കുന്നത് SSC എക്സാം കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ലാബ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ടെൻഡർ ആണ് ഇതാണ് ഇപ്പൊ ക്യാൻസൽ ആയിരിക്കുന്നത്. ഓക്കെ, ഈ ടെൻഡർ ആണ് ക്യാൻസൽ ആയിരിക്കുന്നത്. നമ്മുടെ SSC എക്സാം എഴുതുന്നതിനുള്ള ലാബ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനിയും കഴിഞ്ഞ 5 വർഷങ്ങളിലെ പോലെ TCS തന്നെയായിരിക്കും. ബാക്കിയുള്ള 2 ടെൻഡേഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രൊവൈഡിങ്ങും പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊവൈഡിങ്ങും ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേഷനുമുള്ള 2 ടെൻഡറിനെ കുറിച്ചുള്ള യാതൊരു കാര്യവും യാതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇങ്ങനെ ക്യാൻസലേഷൻ ആയാലോ അല്ലെ അത് കണ്ടിന്യൂ ചെയ്യുന്നതായാലോ ബാക്കിയുള്ള ടെൻഡേഴ്സിൽ യാതൊരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അത് ക്യാൻസൽഡ് ആവോ അത് കണ്ടിന്യൂ ചെയ്യോ ഒന്നും നമുക്ക് ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷനും ഇതുവരെ SSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ മാക്സിമം ഇത്രയും കാലം നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള പോലെ തന്നെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നല്ലോണം വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, എല്ലാവരും മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് PYQs ഒക്കെ നോക്കി അതുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.